ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഇപ്പോൾ 4 എപ്പിസോഡുകൾ കഴിഞ്ഞു കേട്ടോ. ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ 4 മത്സരാർത്ഥികൾ പുറത്തായതിനെ തുടർന്നിട്ടുള്ള ആ ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതായത് എത്ര തന്നെ കഴിവുള്ളവരായിട്ട് പോലും അവർക്ക് ശരിക്കും ഒരു ബിഗ് ബോസ് സീസൺ 8 മത്സരിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നിട്ട് വരെ അവർ പുറത്തായി എന്നുള്ള ആ ഒരു വിമർശനമാണ് ഇവിടെ വരുന്നത് കേട്ടോ. സാധാരണ ബിഗ് ബോസ് സീസണുകളിലൊക്കെ പ്രേക്ഷകരുടെ വോട്ടും അതുപോലെ മത്സരാർത്ഥികളുടെ തന്ത്രങ്ങൾ, അവരുടെ ഫാൻ ബേസ്, പിന്നെ എവിക്ഷനൊക്കെ നിർണായകമാവാറുണ്ട്. എന്നാൽ ഇവിടെ അഗ്നി പരീക്ഷയിൽ മത്സരാർത്ഥികളുടെ ഭാവി തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജഡ്ജസ് ആണ് കേട്ടോ. അത് ഇപ്പോൾ ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കണ്ടസ്റ്റൻസിന് അത്രയങ്ങ് പിടിച്ചിട്ടുണ്ടാകും. അവരുടെ കഴിവുകളും അവരുടെ ആ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും ആ മത്സരാർത്ഥി പുറത്ത്. പിന്നെ സത്യത്തിൽ ഈ ജഡ്ജസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ചോദിച്ചു പോകും. അങ്ങനെ ഒരു ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നടക്കുന്നത് കേട്ടോ. ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ ഗുണനിലവാരം വിലയിരുത്തുമ്പോൾ പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇവിടെ വേണം എന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന വിമർശനം. ഒരാളുടെ വ്യക്തിത്വം, സംസാരശേഷി, നിലപാടുകൾ, ടാസ്കിലെ പ്രകടനം, തന്ത്രപരമായ കഴിവ് എന്നിവയിൽ ഏതാണ് മാനദണ്ഡം എന്ന് ഇവിടെ ജഡ്ജസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായതിനാൽ ഒരു ജഡ്ജിന് മികച്ചതായി തോന്നുന്ന മത്സരാർത്ഥി മറ്റൊരാൾക്ക് അതേ രീതിയിൽ തോന്നണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ജഡ്ജിങ് പാനലിൽ നിഷ്പക്ഷമായും വ്യക്തമായും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂജയുടെ പുറത്താക്കലാണ്. പൂജ ശക്തമായി പ്രതികരിക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നതിൽ ചിലര് വിമർശിച്ചിരുന്നു എങ്കിലും അതിന്റെ പേരിൽ മാത്രം പുറത്താകുന്നത് ശരിയാണോ എന്ന ചോദ്യം ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ത്രീ ശക്തമായി സംസാരിക്കുകയും തനിക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുമ്പോൾ അതിനെ അഹങ്കാരം അല്ലെങ്കിൽ ഓവർ എന്ന രീതിയിലേക്ക് വിലയിരുത്തുന്നത് ഒരു ശരിയായ അഭിപ്രായമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. സ്ത്രീകൾ പ്രതികരിക്കണമെന്ന് സമൂഹം പറയുന്നുണ്ട്. അവർ ശക്തമായി പ്രതികരിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണെന്നാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വിമർശകർ പറയുന്നത് കേട്ടോ. അതേസമയം പൂജയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ജഡ്ജിമാർക്ക് കൂടുതൽ ഗൗരവപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പ്രേക്ഷകർക്ക് കാണിക്കാത്ത ചില സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്താക്കലിന് കാരണമായത് എങ്കിൽ അവ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യേണ്ടതാണല്ലോ. കാരണം ബിഗ് ബോസ് ഷോയിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ പൂജയുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രഞ്ജിനി ഹരിദാസിന്റെ ഒരു പഴയ അനുഭവം ഇവിടെ എടുത്തു പോക്കുന്നുണ്ട്. അതായത് പൂജയുടെ പെരുമാറ്റം ഓവർ ആയിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം രഞ്ജിനി ഈ കഴിഞ്ഞ ഏതൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്ന രഞ്ജിനി പറയുന്നത്. എന്നാൽ മുൻ സീസണിൽ അതായത് രഞ്ജിനി ഹരിദാസ് മത്സരിച്ചിരുന്ന ആ സീസണിൽ ശക്തമായും അഗ്രസീവായ പെരുമാറ്റമാണ് പ്രേക്ഷകർ തന്നെ രഞ്ജിനിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരു മത്സരാർത്ഥിക്ക് തന്റെ നിലപാട് ശക്തമായി പറയാനുള്ള അവസരം നൽകേണ്ടതുണ്ട്. ഒരേ മാനദണ്ഡം എല്ലാവർക്കും ഒരേ മാനദണ്ഡം ആയിരിക്കുകയും വേണം. മാത്രമല്ല നമ്മുടെ നന്ദകിഷോറിന്റെ പുറത്താകലും പ്രേക്ഷകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായി സംസാരിക്കാനും വ്യക്തമായ പോയിന്റുകൾ അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ നന്ദകിഷോർ. അത്തരമൊരു മത്സരാർത്ഥി ഈ ഘട്ടത്തിൽ തന്നെ പുറത്തായത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെ ഒരു വ്യക്തമാക്കിയിട്ടില്ല കേട്ടോ. അതേസമയം കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമായിരുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ഈ ഷോയിൽ അതേസമയം ഇവിടെ പൂജ പുറത്തായപ്പോൾ ശ്യാമിനെ സേവ് ചെയ്തു എന്ന തീരുമാനം ചിലർ ചോദ്യം ചെയ്തിട്ടായിരുന്നു. ശ്യാമിനേക്കാളും മികച്ച പ്രകടനമാണ് പൂജ അവിടെ നടത്തിയിരുന്നത്. ആ ഒരു കാര്യം സത്യമാണ് കേട്ടോ. ശ്യാമിനേക്കാളും എത്രയോ ആക്റ്റീവായിരുന്നു പൂജ. എന്നാൽ ഇത് വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ മാത്രമാണ് എന്ന് ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് യഥാർത്ഥ മാനദണ്ഡം എന്താണ് എന്ന് അവർ പറയണമെന്നാണ് ഈ ഒരു ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നത്. ഇതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ജഡ്ജസ് പറയേണ്ടതുണ്ട് കേട്ടോ. സത്യത്തിൽ ഇവിടെ ഒരുപാട് എന്താ പറയുക വെറൈറ്റി ടാസ്കുകളും കട്ടുകെട്ടുള്ള ടാസ്കുകളൊക്കെയാണ് അഗ്നി പരീക്ഷയിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം അത്രമാത്രം സ്ട്രോങ് ആണ് ഈ മത്സരം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരുമാതിരി ജഡ്ജസിന്റെ മാത്രം തീരുമാനം എന്ന പോലെയായിട്ടോ. കാരണം
അവിടെ കണ്ടസ്റ്റൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഒരുപാട് ബി മെറ്റീരിയൽ ആവേണ്ട കണ്ടസ്റ്റൻസ് പോലും ഇപ്പൊ ഇതിനകത്ത് പുറത്ത് പോയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താന്നുള്ളത് അവർ വ്യക്തമായി, നിസ്സാരമായ റീസൺ ഒക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. ഈ ഷോ കാണുന്നത് നിങ്ങൾക്ക് അത് എന്തായാലും മനസ്സിലാവുമല്ലോ. ഇവിടെ അഗ്നിപരീക്ഷയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരിൽ നിന്ന് മികച്ച മത്സരാർത്ഥികളെ കണ്ടെത്തിയിട്ട് ഇവിടെ അഗ്നിപരീക്ഷയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരിൽ നിന്ന് മികച്ച മത്സരാർത്ഥികളെ കണ്ടെത്തിയിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ കഴിവും വ്യക്തിത്വവും സംസാരശേഷിയും തന്ത്രപരമായ കഴിവുള്ള മത്സരാർത്ഥികൾക്ക് ഇവിടെ അവസരം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഈ കഴിഞ്ഞ എവിക്ഷനിലൊക്കെ പോകേണ്ടവരുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിർത്തേണ്ടുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ പുറത്തായി പോയി. അപ്പം സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ ചോദിക്കും, എന്താണ് സത്യത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന്. വെറും മത്സരാർത്ഥികളുടെ എണ്ണം പൂർത്തിയാക്കുന്നതിനായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ബിഗ് ബോസ് വീട്ടിലേക്ക് ശക്തമായി മത്സരിക്കാൻ കഴിയുന്നവരെ വേണം ഇവിടെ കണ്ടെത്താൻ വേണ്ടിട്ടോ. അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ബിഗ് ബോസ് ഷോയുടെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള അന്തിമ അധികാരം ഷോയുടെ അണിയറ സംഘത്തിനാണ് എന്നത് വാസ്തവ ഒരു കാര്യമാണ്. എന്നാൽ ഷോ ആരംഭിച്ചതിന് ശേഷം പ്രേക്ഷകർക്ക് തങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിലൂടെയും അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അതേസമയം അഗ്നിപരീക്ഷ പോലുള്ള ഈ ഘട്ടത്തിൽ ജഡ്ജിംഗ് പാനലിലെ തീരുമാനങ്ങൾക്കെതിരെ അഭിപ്രായം പറയാനുള്ള അവകാശവും പ്രേക്ഷകർക്ക് ഉണ്ട്. ഇതുവരെയുള്ള എവിക്ഷനുകളിൽ കഴിവുള്ളവരും ബിഗ് ബോസ് വീട്ടിൽ മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയുന്നവരുമായ ചില മത്സരാർത്ഥികൾ പുറത്തായപ്പോൾ താരതമ്യേന കുറച്ച് പ്രകടനം മാത്രം കാഴ്ചവെച്ചവരിൽ ചിലര് അവിടെ തുടരുന്നുണ്ട് എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. ഇത് അന്തിമമായി ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് ജഡ്ജിംഗ് പാനലിലെ വിലയിരുത്തലിനെ ആശ്രയിച്ചിട്ടായിരിക്കും. എന്നാൽ ഒരു പ്രേക്ഷകർക്ക് ഒരു എവിക്ഷൻ ഇയാൾ പുറത്താകേണ്ടതായിരുന്നോ എന്ന രീതിയിൽ ബോധ്യപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇയാൾ പുറത്താക്കിയത് എന്ന സംശയം ഉണ്ടാകുന്ന സാഹചര്യം ഷോയുടെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ. പക്ഷെ ആ ഒരു കാര്യത്തിലൊന്നും ഇതുവരും ഒരു വ്യക്തത വന്നിട്ടില്ല. അഗ്നിപരീക്ഷയുടെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വ്യക്തമായ മാനദണ്ഡങ്ങളും ശക്തമായ മത്സരാർത്ഥികളുടെ തെരഞ്ഞെടുപ്പും ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം.